അതെ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മളിവിടെ കുറച്ച് വിത്തുകളൊക്കെ നട്ടിട്ടുണ്ടെന്ന്. അപ്പം ആ വിത്തുകളൊക്കെ മുളച്ച് വന്നതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് വന്നേക്കുന്നത്. ഇത് കണ്ടോ, ഇത് നമ്മുടെ ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയും സവോളയുടെയും വിത്താണ് കേട്ടോ, അരിയാണ്. ഈ അരി വിതറിയിട്ടാണ് കേട്ടോ ഞങ്ങൾ കൃഷി ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് മുളച്ച് വരാൻ കുറച്ച് സമയം എടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ആകെ ടെൻഷനായിരുന്നേ, കാരണം നമ്മൾ നട്ടു എന്നിട്ട് ഇതിനി ലേറ്റായിട്ട് വരുവോളോ, ഇനി മുളയ്ക്കാതെ വരുമോ എന്നൊക്കെ ആകെ ടെൻഷൻ അടിച്ചിരുന്നേ. പക്ഷേ എന്തായാലും ഇതൊക്കെ മുളച്ച് വന്നു കേട്ടോ. ബീൻസും നാട്ടിലെ നീളൻ പയറും നമ്മുടെ ചീരയും വഴുതന, വെണ്ട, തക്കാളി, നമ്മുടെ ബീട്രൂട്ട്, ക്യാരറ്റ്, ഉരുളൻകിഴങ്ങ് എല്ലാം നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം അത്യാവശ്യം മുളച്ചും വന്നിട്ടുണ്ട്. ചീരയൊക്കെ നല്ലതുപോലെ മുളച്ച് വന്നായിരുന്നേ. ചീരയും ബീൻസൊക്കെ ഒരുപാട് നമ്മൾ നട്ടതെല്ലാം തന്നെ മുളച്ച് വന്നായിരുന്നു. ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ എല്ലാം ഒന്നും ഉണ്ടായി വന്നിട്ടില്ല, കുറച്ചൊക്കെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ, കുറേയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ തക്കാളിയുടെ നമ്മൾ ചെടി മേടിച്ച് നട്ടതാണ്, ഈ വലിയ തക്കാളിയുടെ. പിന്നെ അവിടെ കുഞ്ഞു കുഞ്ഞു തക്കാളികൾ ഉണ്ടായി വരുന്നത് നമ്മൾ നട്ടതല്ല കേട്ടോ. അത് കഴിഞ്ഞ വർഷം അവിടെ തക്കാളി ഉണ്ടായി, അവിടെ കുറേ തക്കാളി ഉണ്ടായിരുന്നു. അപ്പോൾ ആ തക്കാളിയിൽ കുറേയൊക്കെ അവിടെ കിടന്ന് ചീഞ്ഞ് അത് ഈ വർഷമായപ്പോൾ അത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു തൈകളായിട്ട് മുളച്ച് വന്നതാണ്, അല്ലെങ്കിൽ നമ്മളായിട്ട് നട്ടതല്ല കേട്ടോ. അങ്ങനെ കുറേ തക്കാളി അങ്ങനെ ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇത് 2 സെക്ഷനായിട്ടാണ് ഗാർഡനിൽ തന്നെ കൃഷി ചെയ്തത്. ഇപ്പം ആദ്യം കാണിച്ചത് അവിടെ, ഇപ്പം ഈ കാണുന്നത് വേറൊരു സ്ഥലത്തുമാണ് കേട്ടോ. ഇവിടുത്തെ മണ്ണ് അത്ര നല്ലൊരു വളക്കൂറുള്ള മണ്ണല്ല. ആദ്യത്തേത് നല്ല വളക്കൂറുള്ള മണ്ണ് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച മണ്ണിട്ടതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് പെട്ടെന്ന് വളരുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ വളർച്ച അത്ര ഫാസ്റ്റ് ആയിരുന്നില്ല. ഇനി ഉരുളൻകിഴങ്ങിനൊന്നും അധികം വളർപ്പൂറുള്ള മണ്ണൊന്നും വേണ്ട. ഇവിടെ എങ്ങനെ നട്ടാലും ഉരുളൻകിഴങ്ങൊക്കെ വേഗം കയറി പോരും കേട്ടോ. കണ്ടോ, ഇവിടുത്തെ ചീരയും ആദ്യം കണ്ടിട്ട് ചീരയും തമ്മിലുള്ള വ്യത്യാസം കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും കേട്ടോ. പിന്നെ ഞങ്ങൾ ടെറസിലും കുറച്ച് കൃഷി ചെയ്തായിരുന്നു കേട്ടോ. ടെറസിൽ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ബാൽക്കണിയിൽ ഒരു കുറച്ച് സ്ഥലമുണ്ട്. അവിടെ നമ്മൾ ഗ്രോ ബാഗിൽ ഈ പറഞ്ഞ വിത്തുകളെല്ലാം അവിടെ നട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പം നമ്മുടെ മണ്ണിലാണോ അതോ ഗ്രോ ബാഗിലാണോ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് വളരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് ഗ്രോ ബാഗിൽ നട്ടത് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് വളരുന്നുണ്ടായിരുന്നു. വിത്തൊക്കെ പെട്ടെന്ന് പൊങ്ങി വന്നു. പക്ഷേ മണ്ണിൽ കുറച്ചും കൂടെ സമയമെടുത്തു. ഫൈനൽ റിസൾട്ട് എന്താണെന്ന് നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം വീണ്ടും കാണും വരേക്കും ബായ്.